ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ വൈഫ് സാന്ദ്ര വിപ്പ് ഇപ്പോൾ ഫക്കീർ സ്കൂളിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ. സാന്ദ്ര വിപ്പിയുടെ ഐലൻഡിലേക്കാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ സാന്ദ്ര വിപ്പിയുടെ സ്കൂളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സമയം ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. നാട്ടിലിപ്പോൾ ഒരു 7 മണിയായിട്ടുണ്ടാകും. നമ്മുടെ മാലദ്വീപും ഇന്ത്യയും നമ്മുടെ ടൈമിംഗ് ഒരു 30 മിനിറ്റാണ് ഉള്ളത്, വ്യത്യാസമുള്ളത്. നല്ല രസം കേട്ടോ. തൊട്ട് 4 സൈഡും കടലായതുകൊണ്ട് അടിപൊളിയാണ് ഗൈസ്. ഇത് വീടൊക്കെ നോക്കൂ ഗൈസ്, ഇങ്ങനെയാണുള്ളത് ഓരോ വീടും. സന്ദർഭി പറ, ഇതിലെ ഓരോ വീട്ടിലൂടെ കാണുന്ന കാഴ്ചകൾ വ്യത്യസ്തമാണ് വിപി. ആ പച്ച കളറിലാണ് സാന്ദ്രൈപ്പടി സ്കൂൾ. ഇതായിരുന്നു നമ്മുടെ പണ്ടത്തെ വീട് ഗൈസ്. നമ്മളിവിടെ ആയിരുന്നു കഴിഞ്ഞ 3 മാസം വരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ വീട് ഷിഫ്റ്റ് ചെയ്തു. യെസ്, നമ്മളിപ്പോൾ സാന്ദ്രൈപ്പടി സ്കൂളിൽ എത്തി ഗൈസ്. ഇതാണ് സ്കൂളൊക്കെ. ഇവിടെ ക്ലാസ് ഒരു 6:30 ആകുമ്പോൾ തുടങ്ങും ഗൈസ്. ഇത് ഇവരെ പോലീസ് സ്റ്റേഷനാണ് ഗൈസ്. ഓക്കെ, ഇത് പോലീസ് സ്റ്റേഷനാണ്. ഇത് ഇവിടെ ഹോസ്പിറ്റലാണ് ഗൈസ്. ഇവിടെ ഡോക്ടർ ഇപ്പോൾ ഇല്ല. ഇന്ത്യക്കാരായിരിക്കും അധികം ഉണ്ടാവും ഇവിടെ ഡോക്ടേഴ്സായിട്ട്. നല്ല ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. ഇതാണ് ഗൈസ്. ഇതിവിടെ ടെറഫ് ഉണ്ട്. ആർക്ക് വേണമെങ്കിലും വന്ന് കളിക്കാൻ ഫുൾ ഫ്രീ ആണ് ഗൈസ്. ATM ഉണ്ട്. ഇത് കഴിഞ്ഞ വീട്ടിൽ ഇവിടെ ATM ഇല്ല. ഈ അടുത്താണ് അവിടെ ATM വെച്ചത്. പാർക്ക് ഉണ്ട്. അങ്ങനെ നൈസാണ് ഐലൻഡ്. ഇത് ഇവിടുത്തെ ഇൻഡോർ ജിമ്മാണ്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള പോലെ ഫീ ഒന്നുമില്ല. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും വന്ന് വർക്കൗട്ട് ചെയ്യാം. ഫ്രീ ആണ്, ഫുൾ ഫ്രീ ആണ്. അപ്പോൾ നമ്മളിതാ ഇപ്പോൾ ബീച്ച് സൈഡ് എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ബീച്ചിനെ വെച്ച് നോക്കുമ്പോൾ നീറ്റ് ആയിരിക്കും, ഫുൾ ക്ലീൻ ആയിരിക്കും ഇവിടെ. പിന്നെ വ്യൂ നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ അതിൻ്റെ ഷാവിയാനി അറ്റോളിലെ ഫൊക്കേദിലേക്കാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ ഫൊക്കേദിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഗൈസ്. നമ്മളിങ്ങനെ മോർണിംഗ് വാക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മുടെ പോർട്ട് സൈഡ്. ഇവിടെയാണ് നമ്മൾ വന്ന് സ്പീഡ് ബോട്ടൊക്കെ വരുമ്പോൾ മലയിൽ നമ്മൾ ഫൊക്കേദിലേക്ക് ഇറങ്ങുന്ന സ്ഥലമാണ്. ഇതുവരെ നമ്മുടെ സാധനങ്ങളൊക്കെ ഇറക്കുന്ന ഷിപ്പാണ്. ഫിഷിങ്ങിന് പോകുന്ന ഷിപ്പ് അത് വേറെ ഉണ്ട്. ഫിഷിങ്ങിന് പോകുന്ന ഒരു ബോട്ടാണത്. ഇനി നമുക്ക് വൈകുന്നേരം ഇന്നോ അല്ലെങ്കിൽ നാളെയോ ഫിഷിങ്ങിന് പോകാനുണ്ട്. ഇതൊരു ചെറിയ ഐലൻഡാണ് ഗൈസ്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ആകെ ഒരു 4-5 കിലോമീറ്റർ ഇല്ലായിട്ട്, ആകെ ഒരു 4 കിലോമീറ്റർ ചോറേ ഉള്ളൂ. നമുക്ക് ഒരു 15 മിനിറ്റ് 20 മിനിറ്റ് ഉണ്ട് നമുക്ക് മൊത്തം നോക്കൊന്ന് ചുറ്റി കാണാം.
ഈ ബോട്ടൊക്കെ കണ്ട് രാവിലെ ഇങ്ങനെ നടന്ന് സവാരി ചെയ്യാൻ നല്ല രസമാണ്. നാട്ടിൽ ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയർ നമുക്ക് കിട്ടില്ല. ഇവിടെ പീസ് എന്ന് പറഞ്ഞാൽ പക്കാ പീസാണ്. ഇഷ്ടപ്പെട്ടു പോകും നമ്മൾ. നാട്ടിൽ നിന്ന് ഞാൻ എഴുന്നേൽക്ക് തന്നെ 7 മണിയൊക്കെ ആവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളങ്ങനെ വർക്കൗട്ടൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ നമ്മൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റു. പിന്നെ അങ്ങ് നടക്കാനപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടങ്ങ് ഇറങ്ങും. ഇതൊക്കെയാണ് ഇവിടുത്തെ ബോട്ടുകൾ. പല ടൈപ്പ് ഉണ്ട്. ഫിഷിങ്ങിന് പോകുന്നുണ്ട്, എല്ലാതൊക്കെ ഉണ്ട്. റണ്ണിങ് ഷൂ എടുക്കാൻ മറന്നു ഗൈസ്. അപ്പോൾ ക്രോക്സ് ഒക്കെ ഇട്ടിട്ടാണ് പോകുന്നത്. വലിയ രസമൊന്നും നല്ല ഒപ്പിക്കാം. ഇതിവിടുത്തെ പവർ പ്ലാന്റ് ആണ്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഒരു 7:30 ആകുമ്പോഴേക്കും നല്ല വെയിലായിരിക്കും. പിന്നെ നമുക്ക് അങ്ങനെ പുറത്തേക്ക് ഒന്നും അങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. രസമുണ്ട് ഗൈസ്. ഇനിയും ഒരുപാട് ദൂരങ്ങൾ നമുക്ക് താണ്ടാനുണ്ട്. ഇവിടെ അല്ല കേട്ടോ, ഈ ദ്വീപിലെ കുറച്ചേ ഉള്ളൂ. നമ്മൾ സ്ഥലങ്ങൾ വേറെ സ്ഥലങ്ങളൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് നാട്ടിലുള്ള പോലെ തെങ്ങ്, കവുങ്ങ് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ കുറച്ചൊരു പ്രൈസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പൊ നമ്മൾ വേറൊരു സ്ഥലത്ത് എത്തിയാലേ നമുക്ക് മനസ്സിലാവും നമ്മുടെ നാട്ടിലുള്ള തേങ്ങയുടെ വില, മാങ്ങയുടെ വില, ചക്കക്കുരു എന്നിവയുടെയൊക്കെ വില മനസ്സിലാവണമെങ്കിൽ നമ്മളൊന്ന് ഇന്ത്യക്ക് പുറത്തേക്കോ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തേക്കോ ഒക്കെ വന്നാൽ മാത്രമേ നമുക്ക് മനസ്സിലാവും. ആദ്യം നമുക്ക് നമ്മളെ വീട്ടിലൊക്കെ ഒരുപാട് തേങ്ങയൊക്കെ ഉള്ളത് കൊണ്ട് വലിയൊരു വിലയൊന്നും ഇല്ലായിരുന്നു. കിട്ടാത്ത സാധനമല്ല, ഫുൾ കിട്ടുന്ന സാധനമായിരുന്നു. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാം ഓരോന്നല്ല, എല്ലാത്തിൻ്റെയും നമുക്ക് വില മനസ്സിലായി. ഇവിടെ നമ്മൾ മിസ് ചെയ്യുന്നത് എന്താ വെച്ചാൽ, നാട്ടിൽ നമുക്ക് ബൈക്ക്, കാറ് സാധനമൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നുമില്ല. ആകെയുള്ളത് ബോട്ടാണ്. ഇവിടെ കുറച്ചേ ഉള്ളൂ കാറ്, ബൈക്കൊക്കെ, സ്കൂട്ടിയൊക്കെ ഉള്ളത്. അത് നമ്മൾ വല്ലാണ്ട് മിസ് ചെയ്യും. വാഴയൊക്കെ കണ്ടോ, നാട്ടിൽ ഉള്ളത് പോലെ തന്നെ കിടിലൻ സാധനങ്ങളൊക്കെ ഇവിടെയുണ്ട്. കവുങ്ങ്, വാഴ, പന. പീസ് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പീസാണ് ഗൈസ്. ഒന്നുമില്ല, ശബ്ദങ്ങളൊക്കെ വളരെ വളരെ കുറവാണ്. ആകെയുള്ളത് ഈ കടലിലെ ശബ്ദം. നൈസാണ്. ഇത് നമ്മൾ ഇതിൻ്റെ ഒരു ബാക്ക് സൈഡിലുള്ള കുലവാണി ബീച്ചാണ് ഗൈസ്. നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഇറങ്ങി നടക്കാം. ബോട്ടൊക്കെ കട്ടപ്പുറത്താണ് വെച്ചിരിക്കുന്നത്. മെയിൻ്റെനൻസ് വർക്കിലാണ് തോന്നുന്നു. ഇപ്പം ഏകദേശം ഒരു 2 കിലോമീറ്റർ നമ്മളിപ്പം കവർ ചെയ്തിട്ടുണ്ട്. വേർക്കുന്നുണ്ട്. ഇപ്പോൾ വെയിറ്റ്, ഞാനിപ്പം HSC എക്സാമിൻ്റെ പ്രിപ്പറേഷനൊക്കെ ആയിരുന്നു. HSC എക്സാം കഴിഞ്ഞു, August 6 എക്സാം. അപ്പം വെറുതെ ഇങ്ങനെ വീട്ടിലിരുന്ന് വെയിറ്റൊക്കെ കൂടി ഗൈസ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താക്കണം, വെയിറ്റൊക്കെ കുറച്ചൊരു കുട്ടപ്പനാവണം. നമ്മളിപ്പോൾ ഉള്ളത് കുലവാണി ബീച്ച് ആണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ വന്ന നൈസാണ്. നമുക്ക് ഇവിടെ വന്ന് വേണം ഇരിക്കാം, കിടക്കാം, എല്ലാം ചെയ്യാം. ഫുൾ ഫ്രീ ആണ്. ചെറുതായിട്ട് മീൻ പിടിക്കുന്നുണ്ട്, ഫിഷിങ്ങുണ്ട്. നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഒരു കളറൊക്കെ കാണാൻ ഒരു വ്യത്യാസമുണ്ട്. ഇറങ്ങി നമുക്ക് കുളിക്കാനൊക്കെ തോന്നും. പക്ഷേ നമ്മളങ്ങനെ ഇറങ്ങി കുളിക്കരുത്. നമുക്ക് പരിചയമില്ലാത്ത സ്ഥലത്ത് വരുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ
വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അത് എത്ര വലിയ നീന്തം അറിയുന്നവരാണ് അല്ലെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് കാര്യമുണ്ടാവില്ല. ശ്രദ്ധിക്കുക എല്ലാവരും. നല്ല നൈസ് വ്യൂ ആണ്. അവിടെ നിങ്ങൾ കാണുന്നുണ്ട്, അവിടെ ഒരു ഐലൻഡ് ഉണ്ട്. ഇതിൽ കാണുന്നില്ല പിന്നെ ലൈറ്റ് ആയിട്ട് അവിടെ ചെറുങ്ങനെ നോക്കിയാൽ നമുക്കൊരു ഐലൻഡ് കാണാം. പിന്നെ അത് ആ സൈഡ് അവിടെ ഒരു ചെറിയൊരു ഐലൻഡ് ഉണ്ട്. പിന്നെ ഒന്ന് നേരെയുണ്ട്. ഏകദേശം ഒരു 7-8 കിലോമീറ്റർ, മാക്സിമം ഒരു 10-12 കിലോമീറ്ററിലാണ് ഈ ഐലൻഡും ആ ഐലൻഡിനുള്ള വ്യത്യാസം. ഡിസ്റ്റൻസ് മാക്സിമം. നീന്തി കുളിക്കണം എന്നുണ്ട്. ഈ വൈകുന്നേരത്തിൽ വന്ന് ചെറുങ്ങനെ നൈസായിട്ടൊന്ന് ഇറങ്ങാൻ പറ്റുമോ നോക്കാം. ഇങ്ങനെ ഊഞ്ഞാടി നമുക്ക് നല്ല വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്കിരിക്കാം. നൈസ്. ഇവിടെ ഒറ്റയ്ക്കൊക്കെ വന്നാൽ ഭയങ്കര മരവിപ്പായിരിക്കും. നമ്മളിപ്പോൾ കപ്പിൾസായിട്ടോ അല്ലെങ്കിൽ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണെങ്കിൽ നല്ല വൈബായിരിക്കും. ഒറ്റയ്ക്കൊക്കെ ആണെങ്കിൽ നാട്ടിൽ നിന്ന് നമ്മൾ അടിച്ചു പൊളിക്കുന്നവരാണെങ്കിൽ നമുക്ക് മടുക്കും. മാക്സിമം നമ്മൾ ഒരു 1 month തന്നെ നിൽക്കുമോ എന്ന ഡൗട്ടാണ്. ഈ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇങ്ങനെ ഊഞ്ഞാലാടെന്ന് പറഞ്ഞാൽ നല്ല രസമാണ്. നമ്മളിങ്ങനെ ഉറങ്ങി മയങ്ങിപ്പോവും. നല്ല കാറ്റും നല്ല തിരമാലയുടെ ശബ്ദവും അടിപൊളിയാണ്. ഇവിടെ ഒരു മോർണിംഗ് ഈ ടൈമിൽ വരണം, ഒരു 6 to 8 മണി വരെയുള്ള ടൈമൊക്കെ ആണെങ്കിൽ വെയിൽ കുറവായിരിക്കും. പിന്നെന്താ പ്രശ്നം വെച്ചാൽ അത് കഴിഞ്ഞാൽ പിന്നെ നല്ല വെയിലായിരിക്കും, നമുക്ക് താങ്ങാൻ പറ്റില്ല. ഇവിടെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് വലിയൊരു ചൂടില്ല, തണലുണ്ട്. സ്വർഗം മാമാ സ്വർഗം. ശരിക്കും നമ്മുടെ ബീച്ചിലൊക്കെ ഇങ്ങനത്തെ സാധനമൊക്കെ വെക്കാൻ അടിപൊളിയായിരുന്നു അല്ലേ? ഇതാണ് ഓസിലേഷൻ, ടു ആൻഡ് ഫ്രോ മോഷൻ. ഫിസിക്സ് ടീച്ചർ ആയതുകൊണ്ട് എന്തിലും ഏതിലും ഒരു ഫിസിക്സ് ഉണ്ടാവും. ഭൂഗോളത്തിന്റെ സ്പന്ദനം മാത്സ് ആയിരിക്കാം, പക്ഷേ വിത്തൗട്ട് ഫിസിക്സ് പറ്റില്ല ഗൈസ്. ചാക്കോമാഷ് ശരിയായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ചന്ദ്രവീപ്പിയുടെ കൂടെ നമ്മൾ പോവുകയാണ് ഗൈസ്. ചന്ദ്രവീപ്പി ഇപ്പോൾ ഖലവാണി ബീച്ചിലേക്ക് പോവുകയാണ്. നമുക്ക് ആകെയുള്ള ബീച്ച് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് കാപ്പാടൊക്കെ ബീച്ചൊക്കെ ആയിരുന്നു, കണ്ണൂർ പയ്യാമ്പലം ബീച്ചൊക്കെ ആയിരുന്നു. ഇപ്പോൾ നമ്മുടെ സ്വന്തം ബീച്ചായ ഏത് ബീച്ച്? ഇത് ഖലവാണി ബീച്ച്. ഏത് ബീച്ച്? ഏത് മൂഡ്? ഏത് മൂഡ്? ഏത് മൂഡ്? ഓണം മൂഡ്. അപ്പൊ നമ്മൾ ഖലവാണിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പൊ ഓക്കെ ഗൈസ്, ഉണ്ടല്ലോ. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഖലവാണി സൈഡിലാണ്. എന്ത് രസമായിരിക്കും. നല്ല രസം കേട്ടോ. നമുക്ക് ഇഷ്ടായി.